ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ടാഗോ ഡെസേർട്ടിൽ നടന്ന ഇൻറ്റൻസ് ഇവൻറ്റ്സ് കഴിഞ്ഞു. സിയാവയാൻ ഫൈനലി ബ്ലൂ ലോട്ടസ് ഫ്ലെയിം കയ്യിലെടുത്ത് ഡെസേർട്ടിൽ നിന്ന് പോകുന്നു. സിയാവയാനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന സ്നേക്ക് ക്ലാൻ എൽഡേഴ്സിനെ യുൻസി സ്റ്റോപ്പ് ചെയ്യുന്നു. അവളുടെ റിയൽ ഐഡന്റിറ്റി അവർക്ക് മനസ്സിലായപ്പോൾ എല്ലാവരും കൂടി അവളെ അറ്റാക്ക് ചെയ്യുന്നു. യുൻസി പവർഫുൾ ആയിരുന്നു, പക്ഷേ സ്നേക്ക് ക്ലാൻ മെമ്പേഴ്സ് കമ്പൈൻഡ് ടെക്നിക് യൂസ് ചെയ്തപ്പോൾ സിറ്റുവേഷൻ ഡേഞ്ചറസ് ആയി. അവർ ക്രിയേറ്റ് ചെയ്ത ജയന്റ് സ്നേക്ക് എനർജി അവളെ സീരിയസ് ആയി ഇഞ്ചുർ ചെയ്തു. ആ സമയം ഡെസേർട്ടിൽ നിന്നും പോയി കഴിഞ്ഞ സിയാവയാൻ്റെ മാസ്റ്റർ യാവോച്ചെന് ആ മാസീവ് എനർജി സെൻസ് ചെയ്തു. അവൻ സിയാവയാനോട് പറഞ്ഞു, യുൻസി നിനക്ക് വേണ്ടി പല പ്രാവശ്യം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അവളെ ഇപ്പോൾ സേവ് ചെയ്യണം. മാസ്റ്റർ തൻ്റെ സ്പിരിച്വൽ പവർ സിയാവയാൻ്റെ ബോഡിയിൽ മെർജ് ചെയ്തു. ഡിസ്ഗൈസ് ചെയ്ത് ബാറ്റിൽ ഫീൽഡിലെത്തുന്നു. സ്നേക്ക് ക്ലാൻ ക്രിയേറ്റ് ചെയ്ത ജയന്റ് സ്നേക്ക് യുൻസിയെ കൊല്ലാൻ പോയപ്പോൾ സഡൻലി ഒരു മിസ്റ്റീരിയസ് മാസ്ക് മാൻ വന്നു. ഒരു സിംഗിൾ അറ്റാക്ക് കൊണ്ട് തന്നെ ആ ജയന്റ് സ്നേക്കിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. പിന്നെ ബാക്കി സ്നേക്ക് ബാരിയേഴ്സിനെയും ഡിഫീറ്റ് ചെയ്യുന്നു. യുൻസി തന്നെ റെസ്ക്യൂ ചെയ്തത് ആരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അത് സിയാവയാൻ തന്നെയായിരുന്നു. അവളോട് ഹീൽ ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ സൈലൻ്റായി ഡെസേർട്ട് വിട്ടുപോയി. സിയാവയാൻ പിന്നെ ഒരു കേവിൽ പോയി ബ്ലൂ ലോട്ടസ് ഫ്ലെയിം അബ്സോർബ് ചെയ്യാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അവൻ ഫ്ലെയിം അസെൻസ് അബ്സോർബ് ചെയ്യുന്നു, മാസ്റ്റർ പറഞ്ഞതുപോലെ. ബ്ലൂ ലോട്ടസ് ഫ്ലെയിം ബോഡിയിൽ എൻ്റർ ചെയ്തപ്പോൾ അൺബെയറബിൾ പെയിൻ ഉണ്ടായിരുന്നു, ബോഡി ഓൾമോസ്റ്റ് ബേൺ ആകുന്നത് പോലെ. പക്ഷേ സിയാവയാൻ ഗീവ് അപ്പ് ചെയ്തില്ല. ഫൈനലി ലോങ് സ്ട്രഗിളിന് ശേഷം അവൻ ബ്ലൂ ലോട്ടസ് ഫ്ലെയിം സക്സസ്ഫുള്ളി അബ്സോർബ് ചെയ്യുന്നു. കേവിയിൽ വെച്ച് മാസ്റ്റർ പറയുന്നു, ബ്ലൂ ലോട്ടസ് ഫ്ലെയിം കമ്പൈൻ ചെയ്താൽ നിനക്ക് ഇനിയും പവർഫുൾ ആകാൻ പറ്റും, പക്ഷേ റിസ്ക് ഉണ്ട്, ലൈഫ് പോലും ലൂസ് ചെയ്യാം. പക്ഷേ സിയാവയാൻ ഒരു കാര്യം മാത്രം ഓർക്കുന്നു, നളൻ യൻറാൻ്റെ മുന്നിൽ അനുഭവിച്ച ഹ്യൂമിലിയേഷൻ. അതിനുവേണ്ടി അവൻ എന്തിനും റെഡിയാണ്, ഈവൻ ലൈഫ് റിസ്ക് ചെയ്യാൻ. അങ്ങനെ ഫയർ ഫ്യൂഷന് വേണ്ടി അവൻ അറ്റംപ്റ്റ് ചെയ്യുന്നു, പക്ഷേ ഫ്ലെയിം സ്പിരിറ്റ് ഒബേ ചെയ്യുന്നില്ല. സിയാവയാന് സിവിയറായി ഇഞ്ചുറീസ് വരുന്നു. ആ സമയത്ത് യാവോച്ചൻ ഇൻ്റർവൈൻ ചെയ്യുന്നു. തൻ്റെ പവർ യൂസ് ചെയ്ത് ഫ്ലെയിംസ് കമ്പൈൻ ചെയ്യുന്നു. ഫ്യൂഷൻ സക്സസ് ആയി. സിയാവയാൻ പവർഫുള്ളായി. പക്ഷേ അതിൻ്റെ പ്രൈസ് ഉണ്ട്. മാസ്റ്ററിൻ്റെ സ്പിരിച്വൽ എനർജി കുറഞ്ഞു. സിയാവയാൻ ഡെസേർട്ടിൽ ഹൈബഡോൺ ഐസ് എംബററിനെ മീറ്റ് ചെയ്യുന്നു. ഡീൽ പ്രകാരം സിയാവയാൻ ഒരു പിൽ റിഫൈൻ ചെയ്യുന്നു. ഐസ് എംബറർ അത് കൺസ്യൂം ചെയ്തപ്പോൾ തൻ്റെ സ്ട്രെങ്ത് കുറച്ച് റിക്കവർ ആവുന്നു. അവൻ ഇംപ്രസ്ഡ് ആയി. സോ അവർ കുറച്ച് ടൈം ടുഗദർ ട്രാവൽ ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നു. ഐസ് എംബറർ സിയാവയാന് ഡീൽ പ്രകാരം മാപ്പിന്റെ ഫ്രാഗ്മെന്റ് കൈമാറുന്നു. സാൻ മെർസിനറീസ് ഹയർ ചെയ്ത ഒരു വാരിയർ സിയാവയാന്റെ ബ്രദേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നു. ഓൾമോസ്റ്റ് അവരുടെ ലൈഫ് തീരുന്ന സമയം സിയാവയാൻ വരുന്നു. അവൻ ആ ഇൻട്രൂഡറിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇൻട്രൂഡർ പവർഫുൾ ആയിരുന്നു. ലാസ്റ്റിൽ സിയാവയാൻ ന്യൂ ഫ്ലെയിം ടെക്നിക് യൂസ് ചെയ്ത് ആ എനിമിയെ കംപ്ലീറ്റ് ആയി എലിമിനേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ ടോക്കിംഗ് ന്യൂസ് വരുന്നു. സിയാവയാൻ്റെ ഫ്രണ്ട് ക്യുൻലിൻ ക്യാപ്ചർ ചെയ്തു എന്ന്. അവളെ മോ ക്ലാനിലേക്ക് കൊണ്ടുപോയി. ഐസ് എംബറർ വാൺ ചെയ്യുന്നു, മോ ക്ലാൻ വളരെ പവർഫുള്ളാണ്. പക്ഷേ സിയാവയാൻ ഹെസിറ്റേറ്റ് ചെയ്യുന്നില്ല. അവൻ മോ ക്ലാനിലേക്ക് പോകാൻ ഡിസൈഡ് ചെയ്യുന്നു. ഐസ് എംബറർ ഒരു ഡീൽ പ്രപ്പോസ് ചെയ്യുന്നു. 1 ഇയർ അവൻ സിയാവയാനെ പ്രൊട്ടക്ട് ചെയ്യും, പക്ഷേ സിയാവയാൻ അവനു വേണ്ടി പവർഫുൾ റിഫൈൻ ചെയ്യണം. അങ്ങനെ ഡീൽ തെറ്റായി. മോ ക്ലാൻ ലീഡർ മോ ചെങ് ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തുന്നു. സിയാവയാൻ സീക്രട്ട്ലി ക്ലാൻ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു. സിയാവയാൻ ഒരു ടണൽ കാണുന്നു. അവൻ അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നു. അവിടെ വെച്ച് അവൻ ഒരു ടെറിഫൈങ് ഡിസ്കവറി, ഹ്യൂമൻ എക്സ്പെരിമെന്റ്സ്. സെവറൽ ബോഡീസ് എക്സ്പെരിമെന്റ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്തിരുന്നു. സിയാവയാൻ റിയലൈസ് ചെയ്യുന്നു മോ ക്ലാൻ ഡേഞ്ചറസ് ആണെന്ന്. അവൻ പ്ലാൻ ചെയ്യുന്നു മോ ചെങ്ങിനെ പബ്ലിക് ആയി എക്സ്പോസ് ചെയ്യാൻ. ബർത്ത്ഡേ പാർട്ടി ടൈമിൽ സിയാവയാൻ അറ്റാക്ക് ചെയ്യുന്നു. അതേസമയം നൾറാൻ ഇൻ്റർവൈൻ ചെയ്യുന്നു. പക്ഷേ സിയാവയാൻ മോ ക്ലാനിൻ്റെ ഇല്ലീഗൽ എക്സ്പെരിമെൻറ്റ്സ് പ്രൂഫ് ഷോ ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാ ക്ലാൻ മെമ്പേഴ്സും അവരുടെ സപ്പോർട്ട് പിൻവലിക്കുന്നു. ഓണേർഡ് ആയ മോ ചെങ് ഫൈനലി തൻ്റെ റിയൽ ഫോം റിവീൽ ചെയ്യുന്നു. എന്നിട്ട് അവൻ ക്യൂലിങ്ങിൻ്റെ ത്തോട്ട് പോകുന്നു. സഡൻലി ഒരു മിസ്റ്റീരിയസ് സ്നേക്ക് ഗേൾ വന്ന് ക്യുൻലിങ്ങിനെ റെസ്ക്യൂ ചെയ്യുന്നു. സിയാവയാൻ ഇനീഷ്യലി ഡൗട്ട് ചെയ്യുന്നു, പക്ഷേ യാവോച്ചൻ പറയുന്നു അവളെ ട്രസ്റ്റ് ചെയ്യാൻ.
അവൻ ക്യുൻലിയെ സ്നേക്ക് വുമണ് കൊടുക്കുന്നു. അങ്ങനെ സ്നേക്ക് ഗേൾ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ മോ ചെൻ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ മോ ചെങ് എക്സ്ട്രീംലി പവർഫുൾ ആയിരുന്നു. ഫൈറ്റ് ഇൻറ്റൻസ് ആയി. ഫൈനലി സിയാവോയാൻ ഡെസ്പറേറ്റ് മൂവ് എടുക്കുന്നു. അവൻ 2 ഡിഫറെൻറ്റ് ഫ്ലെയിംസ് കമ്പൈൻ ചെയ്ത് ഒരു ടെറിഫൈങ് അറ്റാക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ബുദ്ധ ലോട്ടസ് ഫ്ലെയിം അറ്റാക്ക് റിലീസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് പവർ ഈവൻ ഐസ് എംപററിനെ ഷോക്ക് ചെയ്യുന്നു. മാസീവ് എക്സ്പ്ലോഷൻ മോ ചെങ്ങിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. പക്ഷേ സിയാവോയാൻ ഓൾമോസ്റ്റ് കൊളാപ്സ് ചെയ്യുന്നു. എനർജി എല്ലാം എക്സോസ്റ്റായി. ആ സമയത്ത് യാവോച്ചൻ തൻ്റെ ലാസ്റ്റ് സ്പിരിച്വൽ പവർ യൂസ് ചെയ്ത് സിയാവോയാനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. സിയാവോയാൻ സഡൻലി മൈൻഡ് ൽ അവേക്കൺ ചെയ്യുന്നു. അവൻ മാസ്റ്ററിനോട് എക്സൈറ്റഡ് ആയി പറയുന്നു, ബുദ്ധ ലോട്ടസ് ഫ്ലെയിം അറ്റാക്ക് എക്സ്ട്രീംലി പവർഫുൾ ആണ്. പക്ഷേ മാസ്റ്റർ കാമായി റിപ്ലൈ ചെയ്യും, നീ ഇപ്പോൾ സ്ട്രോങ് ആയി, ഇനി നിനക്കെൻ്റെ ഗൈഡൻസ് വേണ്ടിവരില്ല. സ്ലോലി യാവോച്ചൻ ഡിസപ്പിയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോഴാണ് സിയാവോയാൻ റിയലൈസ് ചെയ്യുന്നത് മാസ്റ്റർ തൻ്റെ ലാസ്റ്റ് എനർജി യൂസ് ചെയ്താണ് അവനെ സേവ് ചെയ്തതെന്ന്. ഹെഡ് ബ്രോക്കണായി സിയാവോയാൻ മാസ്റ്ററിനെ വിളിക്കുന്നു. പക്ഷേ ഓൾറെഡി ലേറ്റ് ആയിരുന്നു. ഔട്ട്സൈഡ് വേൾഡിൽ സിയാവോയാൻ അൺകോൺഷ്യസ് ആയി ഫോൾ ചെയ്യുന്നു. ലക്കിലി ഐസ് എംപറർ അവനെ ക്യാച്ച് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇപ്പോൾ സിയാവോയാന് പുതിയ ഫ്ലെയിം പവർ കിട്ടി. പക്ഷേ മാസ്റ്ററിൻ്റെ ആബ്സെൻസ് അവൻ്റെ ലൈഫിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു. നെക്സ്റ്റ് ആർക്കിൽ സിയാവോയാൻ പുതിയ എനിമീസിനെ ഫേസ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.